ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോസാ ചെടി നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ റോസിൻ്റെ തൈയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പോട്ടിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മാറ്റി നടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് തോന്നിയ പോലെയൊക്കെ അത് പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോവാനും അതുപോലെ തന്നെ അതിൽ കറക്റ്റായിട്ട് പൂവൊന്നും ഇടില്ല, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ്ചർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിത് മാറ്റി നടുന്ന സമയത്ത്. എന്നാൽ നമ്മുടെ റോസാ ചെടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളർന്നു വരും കേട്ടോ. നല്ല പൂവൊക്കെ ഉണ്ടാകും, അതിന്മേൽ നല്ല വലിയ പൂക്കളൊക്കെ ഉണ്ടാകും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു റോസാ ചെടിയുടെ തൈയാണ് കേട്ടോ. ഇതിൻ്റെ പൂവൊക്കെ ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുമ്മലുള്ള പൂവ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനിയിപ്പോൾ നല്ല പൂവൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെപ്പോഴും നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ബഡഡ് റോസാണ് നമുക്ക് കിട്ടുക. ബഡ് ചെയ്തിട്ടുള്ള റോസാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബഡ് ചെയ്ത ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലെ കെട്ടിയിട്ടുണ്ടാകും. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ പോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബഡ് ഇതിൻ്റെ താഴെന്ന് ഇതുപോലെ ചെറിയ ബ്രാഞ്ചസ് വളർന്നു വരുന്നുണ്ടാകും. എല്ലാത്തിനൊന്നും ഉണ്ടാവില്ല, ചില ചെടികൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി തന്നെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന ബ്രാഞ്ചസ് ഒരിക്കലും നമ്മൾ വളരാൻ അനുവദിക്കരുത്. അപ്പോൾ അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇത് പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം അങ്ങനെ ബ്രാഞ്ചസ് വളർന്നു വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഈ ചെടി നന്നായിട്ട് വളർന്നു വരില്ല. ആ ഒരു ബ്രാഞ്ചായിരിക്കും കേട്ടോ വളർന്നു വരുന്നത്. പിന്നെ പൂവിടാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പോട്ടി മിക്സ്ചർ റെഡിയാക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് മണലാണ് കേട്ടോ, റിവർ സാൻഡ്. അപ്പോൾ അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിലാണ് കേട്ടോ 3/4 കപ്പ് എടുത്തത്. ഇനി അതിലേക്ക് 1 കപ്പ് മണ്ണ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചട്ടിയിലേക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു പോട്ടിൻ്റെ വലുപ്പത്തിനും അതുപോലെ തന്നെ എത്ര പോട്ട് എടുക്കുന്നുണ്ടോ അതിൻ്റെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അളവിലൊക്കെ കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിലേക്കുള്ളൊരു റേഷ്യോ ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെറുക്കി കളയുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ്. അതൊരു 1/4 കപ്പ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് 1 കപ്പ് മണ്ണെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് തന്നെ ചാണകപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 1/4 കപ്പ് അതല്ലെങ്കിൽ മാക്സിമം 1/2 കപ്പ് വരെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചകിരിച്ചോറാണ്. നമ്മൾ കോക്കോ പിറ്റ് അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് എടുത്തതാണ് കേട്ടോ. വെള്ളത്തിൽ 2 ദിവസം നമ്മൾ വെള്ളം പാർന്ന് കുതിർത്തി വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. അതങ്ങനെ ഇരുന്ന് ഡ്രൈ ആയിക്കോളും, നമ്മൾ പ്രത്യേകിച്ച് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊരു 3/4 കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് മണ്ണെടുക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പ് മണ്ണെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കുള്ള കയ്യിലുള്ള മണ്ണ് ക്ലേ ടൈപ്പാണ്, ആ ഒട്ടുന്ന സൈസ് മണ്ണാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന സൈസ് മണ്ണുണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചേർക്കുന്ന മണലിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. ശരിക്ക് ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് നമുക്ക് റോസാ ചെടിക്ക് വേണ്ടത്. പിന്നെ ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ചാണകത്തിൻ്റെ ആണെങ്കിലും മണ്ണിൻ്റെ ആണെങ്കിലൊക്കെ ജസ്റ്റ് വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതുപോലെ ഇതിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ എല്ലുപൊടി, ഈ 2 സാധനങ്ങളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പൂവിടും. അതിപ്പോൾ ഇനി ഈ ഒരു പോട്ടി മിക്സ്ചർ റെഡിയാക്കുന്ന സമയത്ത് ചേർക്കണം എന്നില്ല. അത് നമ്മൾ പിന്നീട് ചെടിയുടെ അടിയിൽ നിന്നും കുറച്ച് മണ്ണൊന്നും മേൽഭാഗത്തു നിന്ന് ഇളക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഞങ്ങളിപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ റോസ് മാറ്റി നടുമ്പോഴുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുള്ളൊരു പോട്ടി മിക്സ്ചറാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്താൽ എല്ലുപൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പോട്ടിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് ചകിരിയുടെ കഷ്ണങ്ങൾ ആദ്യം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ചകിരിയുടെ ചെറിയ പീസുകളാണ് കേട്ടോ, ചെറിയ ചെറിയ പീസാക്കിയതാണ്. അപ്പോൾ അത് ഇതിൽ കറക്റ്റായിട്ട് തെളിഞ്ഞിട്ടില്ല വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് ചട്ടിയിൽ നിറക്കുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം.
അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പോട്ടി മിക്സർ റെഡിയാക്കി കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സറാണിത്. അപ്പോൾ അത് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് ലെവലാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇതിൽ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ മണ്ണൊക്കെ ശരിക്കും നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ അതിൻ്റെ അടിയിലോട്ട് പോകും, ആ ചകിരിയുടെ അടിയിലേക്കൊക്കെ. അപ്പോൾ ആദ്യം തന്നെ അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ചെറുതായിട്ടൊന്നൊരു കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റോസിൻ്റെ ആ ഒരു തൈ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കവറൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ മണ്ണ് ഇളക്കി കളയരുത് കേട്ടോ, അതിൻ്റെ റൂട്ട്സൊക്കെ നന്നായിട്ട് അതിലുണ്ടാകും. അപ്പോൾ ഈ മണ്ണ് കളയേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കവറ് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു റോസാണ്, ഫ്ലവറാണ് കേട്ടോ അതും ഉള്ളത്. ഇനി ഇതിൻ്റെ ആ ബഡ് ചെയ്ത ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കൊണ്ട് കെട്ടിയിട്ടുണ്ടാകും, അത് നമ്മൾ ഫുള്ളായിട്ട് ഇതുമെന്ന് കട്ട് ചെയ്ത് മാറ്റി കളയണം. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തട്ടരുത്. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു നമ്മളിത് ബഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗം വരെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പോട്ടിംഗ് മിക്സർ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടുന്ന് വളർന്നു വരുന്ന ബ്രാഞ്ചസിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് തടയാൻ പറ്റും. ഇനി അങ്ങനെ കെട്ട് കൊടുത്തിട്ടും അവിടുന്ന് ബ്രാഞ്ചസ് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബ്രാഞ്ചസ് നമ്മളെ ചെടീനെ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ അത് നാടൻ റോസിൻ്റെ ബ്രാഞ്ചായിരിക്കും അവിടുന്ന് വളർന്നു വരിക. ഇത് ബഡ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നത് നാടൻ റോസായിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലവറായിരിക്കും അതുമേൽ ഉണ്ടായി വരിക. ഇനി ഇതിൽ ഓവറായിട്ടുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു പോട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബഡ് ചെയ്ത ഭാഗം വരെ മൂടി വരണം എന്നുണ്ടെങ്കിൽ നമ്മളിത് നിറയെ മണ്ണിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഫില്ല് ചെയ്തത്. അപ്പോൾ വലിയ പോട്ടിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗം ഫില്ല് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന കണ്ടില്ല ചകിരിയുടെ ചെറിയ പീസ്, അതാണ് കേട്ടോ നമ്മൾ ഈ ചട്ടിയുടെ അടിയിലിട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു പഴയ ചട്ടിയിൽ ഞങ്ങൾ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു ചട്ടിയിൽ വേറെ ഒരു യെല്ലോ കളറുള്ള ഫ്ലവറുള്ള ഒരു റോസാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്, നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്ര റോസാ ചെടി ഉണ്ടോ അതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് പോട്ടി മിക്സറൊക്കെ റെഡിയാക്കിയിട്ട് ഇതുപോലെ തന്നെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, എന്നാലും ആ ഒരു മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് നനയുന്ന രീതിയിൽ ഒന്ന് നനച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അധികം മഴ കൊള്ളാത്ത ഭാഗത്ത് മാറ്റി വെക്കുക. ഇങ്ങനെ നമ്മൾ പോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ റൂട്ടൊക്കെ ഒന്ന് ഇതിൽ പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ശരിക്കും പുറത്തോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ അതാ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കതിൽ നല്ല ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വളർച്ചയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ തന്നെ ചെടി നന്നായിട്ട് വളർന്ന് ലീഫൊക്കെ വന്ന് ബ്രാഞ്ചസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പുതിയതായിട്ടുണ്ടായി വന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവറുകളൊക്കെ കരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കട്ടിങ് ഒന്നും ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന തൈകൾ ആ ഒരു കൊണ്ടുവന്ന ദിവസം തന്നെ ഇങ്ങനെ പോട്ടിലേക്ക് മാറ്റരുത്. കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു റോസാ ചെടി നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വന്നതിന് ശേഷം മാത്രം മാറ്റി കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.